ധർമ്മസ്ഥല നമ്മൾ 2 ദിവസമായിട്ട് കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പോൾ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് വരുന്നു എന്ന് കേൾക്കുന്നുണ്ടോ? ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ കുറേ ഉണ്ടാവും. പക്ഷേ അതിൽ ആദ്യത്തെ അറസ്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് കർണാടക ദക്ഷിണ കന്നഡയിൽ നിന്ന് കിട്ടുന്ന പോലെ. മഹേഷ് ഷെട്ടി തിമ്മറോടി നമ്മൾ പല പ്രാവശ്യം പറഞ്ഞൊരു കഥാപാത്രമാണ്. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയ മുമ്പ് സംഘപരിവാറിൻ്റെ ആളായിരുന്നു. പക്ഷേ ധർമ്മസ്ഥലയുടെ പേരിൽ ഒരുപാട് ഭൂമി ഇടപാടുകൾ നടത്താൻ തുനിഞ്ഞിറങ്ങി അവസാനം ക്ഷേത്ര സമിതി തള്ളിപ്പറഞ്ഞ് വലിയ പ്രതിസന്ധിയിലായ ഒരാളാണ്. കാരണം ഒരുപാട് പേരുടെ ഇത് പൈസ വാങ്ങിച്ചു. ധർമ്മസ്ഥലയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഭൂമി വാങ്ങാതെ, പക്ഷേ അത് ക്ഷേത്രം അറിയാതെയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇയാളെ സംഘപരിവാർ സംഘടനയിൽ നിന്ന് പുറത്താക്കി. അന്നു മുതൽ ധർമ്മസ്ഥലയെ തകർക്കാൻ നടക്കുന്ന ആളാണ് മഹേഷ് ഷെട്ടി തിമ്മറോടി. മഹേഷ് ഷെട്ടി തിമ്മറോടിയുടെ വീട്ടിലേക്ക് കർണാടക പോലീസിൻ്റെ ഒരു സംഘം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എത്തിയിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നെ ജീപ്പിൽ കയറ്റണ്ട, ഞാൻ എൻ്റെ സ്വന്തം കാറിൽ പിന്നാലെ വരാം എന്ന് പറഞ്ഞതനുസരിച്ച് അയാളെ പോലീസ് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ലൈവായിട്ട് നമുക്ക് കിട്ടിയപ്പോൾ. അത് ലൈവായിട്ട് തന്നെ നമ്മൾ പറയുകയാണ്. പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അടുത്ത ഫർദർ ഡെവലപ്മെൻറ്റ്സ് വന്നിരിക്കും. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമുക്ക് പിന്നെ ചെയ്യാം. അറസ്റ്റ് ചെയ്തോ, കസ്റ്റഡിയിലാണോ, ജാമ്യം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങൾ അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ മഹേഷ് ഷെട്ടി തിമ്മറോടിയെക്കുറിച്ച് പറയുമ്പോൾ, മഹേഷ് ഷെട്ടി തിമ്മറോടിയെക്കുറിച്ച് പ്രധാനപ്പെട്ടൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയപ്പെടുന്ന മുഖം മൂടി ധരിച്ച മനുഷ്യൻ, ശുചീകരണ തൊഴിലാളിയൊന്നുമല്ല, അയാൾ ശുചീകരണത്തിൻ്റെ കരാറെടുത്ത ആളാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം കർണാടകയിലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് SIT പറഞ്ഞു, ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്, എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ്. എന്നെക്കൊണ്ട് പറയിപ്പിച്ചത് മഹേഷ് ഷെട്ടി തിമ്മറോടിയും മറ്റ് ചില ആളുകളുമാണ്. മറ്റു ചില ആളുകൾ 3 പേർ. ഈ 3 പേർ, മഹേഷ് ഷെട്ടി തിമ്മറോടി ഉൾപ്പെടെ 3 പേർ മഹേഷിൻ്റെ വീട്ടിൽ വെച്ച്, തമിഴ്നാട്ടിൽ കഴിഞ്ഞിരുന്ന എന്നെ വിളിച്ചു വരുത്തി മഹേഷിൻ്റെ വീട്ടിൽ വെച്ച് പറഞ്ഞു, നീ ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്താം, അതിന് സ്റ്റേഷനിൽ ഹാജരാകുമ്പോൾ കൊണ്ടുപോകാൻ ഒരു തലയോട്ടിയും ഞാൻ തരാം. ആ തലയോട്ടിയുമായി ഹാജരായി ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നിനക്കൊരു വലിയ തുക തരും, ഇല്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ പറഞ്ഞ സമ്മർദ്ദം കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഈ ആളുകളുടെ ശവമൊന്നും കണ്ടിട്ടുമില്ല, കുഴിച്ചു മൂടിയിട്ടുമില്ല, അതൊക്കെ വെറുതെയാണ് എന്ന് അയാൾ കൺഫസ് ചെയ്തു. ഇതൊരു വാർത്ത കന്നഡ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല. അത് വേറെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ, ഏഷ്യാനെറ്റിൻ്റെ കന്നഡ വെർഷൻ സുവർണ ഏഷ്യാനെറ്റാണ്. സുവർണ എടുക്കൂ. സുവർണ TV നിരന്തരം ഇതിൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുവർണ ഒരു വലിയ കള്ളത്തരം പൊളിച്ചു. ഈ വലിയ കള്ളത്തരം പൊളിച്ചത്, അതായത് അനന്യ ഭട്ട് എന്ന് പറയുന്ന തൻ്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞ് സുജാത ഭട്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിരുന്നു. അന്വേഷണത്തിൽ അനന്യ ഭട്ട് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മെഡിക്കൽ കോളേജിൽ, കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങനെ കുട്ടിയില്ല. മറ്റൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ നോക്കി അവിടെയില്ല. ആ കുട്ടിയുടെ SSLC സർട്ടിഫിക്കറ്റ് ഇല്ല, പ്രീ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല, ഫോട്ടോ പോലും ഇല്ല. പോലീസ് ചോദിച്ചപ്പോൾ പിന്നെ ഇവർ പറഞ്ഞത് താൻ കൊൽക്കത്ത CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു പറഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തും സുജാത ഭട്ട് സ്റ്റെനോഗ്രാഫർ ആയിരുന്നില്ല CBI ഓഫീസിൽ. അങ്ങനെ എല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ലോറിക്കാരൻ മനാഫ് ഉണ്ടല്ലോ, ലോറിക്കാരൻ മനാഫ് ഒരു പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു ഫോട്ടോ കൊടുത്തു. വെറുതെ അനന്യ ഭട്ടിൻ്റെ പടമില്ലെന്നല്ലേ പറയുന്നത്, ഇതാണ് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ് ചിത്രം എടുത്ത് കാണിച്ചു. അപ്പോൾ പിന്നെ വീണ്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അനന്യ ഭട്ടിൽ എന്ന് പറഞ്ഞത് തെറ്റ്, മനാഫ് എന്ന് പറയുന്ന മിശിഹ അയാൾ എന്ത് ചെയ്തു, അനന്യ ഭട്ടിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. അത് സംബന്ധിച്ച് അന്വേഷണം നടന്നിപ്പോൾ വന്നിരിക്കുന്നു. ഇയാൾ കാണിച്ച ചിത്രം വാസന്തി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ്. വാസന്തി നേരത്തെ മരിച്ചുപോയി, വാസന്തിയുടെ ബന്ധുക്കളുമില്ല. അപ്പോൾ കർണാടകയിലെ ഈ ഏഷ്യാനെറ്റ് സുവർണ ഇത് സംബന്ധിച്ച് വലിയൊരു അന്വേഷണം നടത്തിയപ്പോൾ ഈ കെങ്കേരി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചിരുന്നൊരു സ്ത്രീയാണ് ഈ വാസന്തി. അവർ രംഗപ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ മരുമകളായിരുന്നു. വത്സകുമാർ എന്ന് പറയുന്ന ഒരാളെ ഇവർ കല്യാണം കഴിച്ചിരുന്നു. ഈ 2007 ഈ വാസന്തി മരിച്ചുപോയി. അവരുടെ ഭർത്താവ് ശ്രീവത്സ 2015 മരിച്ചു. രംഗപ്രസാദും മരിച്ചു. അപ്പം പിന്നെ വാസന്തിയെ അറിയുന്ന ആരുമില്ല. അങ്ങനെയുള്ള ഈ വാസന്തിയുടെ ചിത്രം സംഘടിപ്പിച്ചിട്ട് സുജാത ഭട്ട്
മഹേഷ് റെഡ്ഡി തിമ്മറോഡിയുടെയും ഈ വാർത്ത വിവാദമാക്കിയ കർണാടകയിലെ ഒരു യൂട്യൂബ് ചാനൽ ഉടമയുണ്ട്, സമീർ MD. പേര് ശ്രദ്ധിക്കണം, സമീർ. മറ്റത് മനാഫ്. സമീറും കൂടെ ഒരു ഗൂഢാലോചന നടത്തിയിട്ട് പറഞ്ഞു, ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത, ഈ ചിത്രം നമ്മൾ അനന്യ ഭട്ട് എന്ന് പറഞ്ഞ് കാണിച്ചാൽ ആരും തിരിച്ചറിയില്ല, കാരണം അവരുടെ ബന്ധുക്കളെല്ലാം മരിച്ചുപോയി. അപ്പോൾ ഒരു ഹിന്ദു സ്ത്രീ ആയിരിക്കണം, ബന്ധുക്കളാരും ഉണ്ടാവരുത്. പിന്നെ മാത്രമല്ല, അവരത് ക്രോസ് ചെക്ക് ചെയ്തു, ഒരു ഇമേജ് വെച്ചിട്ട് റിവേഴ്സ് ഇമേജ് സ്കാൻ ചെയ്യാമല്ലോ, അത് കാണിച്ചാൽ ഇത് ആരുടെ ഇമേജ് ആണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ ആ ഇമേജ് വെച്ച്, ഈ പടം എടുത്തിട്ട് റിവേഴ്സ് ഇമേജ് വെച്ച് നോക്കിയാൽ ഈ ചിത്രം വാസന്തിയുടേതാണെന്ന് കിട്ടത്തില്ല എന്നും ഉറപ്പാക്കിയതിന് ശേഷം ഇത് കൊടുത്തു. ഇതാണ് അനന്യ ഭട്ട് എന്ന് പറഞ്ഞ് കാണിക്കാനായിട്ട് സുജാത ഭട്ടിനെ ഏൽപ്പിച്ചു. ആ ചിത്രമാണ് മനാഫ് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരനാണ് മഹേഷ് ഷെട്ടി തിമ്മറോഡിയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം ഉണ്ടായി. BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയൊക്കെയായിട്ട് വലിയ പ്രമുഖനായിട്ടുള്ള BL സന്തോഷ് ഇല്ലേ, BL സന്തോഷ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇത് മനഃപൂർവ്വം ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ, ബ്ലേഡ് മാഫിയ, മതം മാറ്റ മാഫിയ ഒക്കെയുണ്ട്, ജിഹാദി അജണ്ടയുണ്ട്. അതുകൊണ്ട് ഇവരെയൊക്കെ രംഗത്ത് കൊണ്ടുവരണം, പിടികൂടണം, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ട് രൂക്ഷമായൊരു പ്രസ്താവന BL സന്തോഷ് നടത്തിയത്. തുടർന്ന് മഹേഷ് ഷെട്ടി തിമ്മറോഡി BL സന്തോഷിനെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോയും സോഷ്യൽ മീഡിയ പോസ്റ്റ് വിട്ടു. അത് സംബന്ധിച്ചൊരു കേസുണ്ട്. ആ കേസും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ ഏത് കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടക്കുന്നതെന്ന് വിവരം കിട്ടാണ്ടിരിക്കുകയാണ്. ഏതായാലും ആഭ്യന്തരമന്ത്രി പരമേശ്വര അസംബ്ലി പറഞ്ഞത്, ഇനിയിപ്പോൾ കുഴിക്കലും നിർത്തി. 19 സ്ഥലം കുഴിച്ചു, 13 പോയിന്റുകൾ കുഴിച്ചു, ഒന്നും കിട്ടിയില്ല. 2 സ്ഥലത്ത് അസ്ഥികൾ കിട്ടി, അത് 2 പുരുഷൻ്റെയാണ്, ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടു. ഒരു അസ്ഥി കൂടം കിട്ടിയിട്ടുണ്ട്, അത് മണ്ണിന് മുകളിൽ നിന്ന് കിട്ടിയതാണ്. അത് സമീപകാലത്ത് കാട്ടിനകത്ത് കയറി ആത്മഹത്യ ചെയ്ത ഒരാളുടെ അസ്ഥി കൂടമാണ്. അപ്പോൾ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിരന്തരം ഈ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച ആളുകളുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. DK ശിവകുമാർ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഇത് ഒരു ക്ഷേത്രത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതിനെ കൂടെ കണക്ട് ചെയ്ത് വേണം ഇപ്പോൾ മഹേഷ് റെഡ്ഡി തിമ്മറോഡിയെ തേടി പോലീസ് അയാളുടെ വീട്ടിലെത്തി അയാളെ വിളിപ്പിച്ചിരിക്കുന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ധർമ്മസ്ഥലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഈ അവിടുത്തെ ചൈത്രമാസം അല്ലേ ആരംഭിച്ചു. അതുകൊണ്ട് അവിടെ വീടുകളിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്നോട് അവിടുത്തെ ഒരു ഭക്തൻ പറഞ്ഞാണ്. അതുകൊണ്ട് വിളക്ക് വെച്ച് പ്രാർത്ഥന ഞങ്ങൾ തുടങ്ങിയതിൻ്റെ 3-ാം ദിവസം ഇത് സംബന്ധിച്ച് ഇയാൾ ഈ മാസ്ക് വെച്ച ആൾ, മുഖം മൂടി മനുഷ്യൻ തന്നെ താൻ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു. അനന്യ ഭട്ട് എന്നുള്ള കഥാപാത്രം ഇല്ലെന്ന് തെളിഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കുന്നത് അറിയാം, ശരി അതൊന്നുമില്ല, ഡെഡ് ബോഡി ഇല്ല, അപ്പോൾ സൗജന്യ കേസ് എന്തായി? ശരിയാണ്, സൗജന്യ കേസ് എന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. സൗജന്യ എന്ന് പറയുന്ന അവിടെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ ആരോ ബലാത്സംഗം ചെയ്ത് കൊന്നു. ആ കേസിലെ പ്രതികളെ കോടതി കുറ്റവിമുക്തരായി വെറുതെ വിട്ടു, തെളിവില്ല എന്ന് പറഞ്ഞു. ഇത് രാജ്യത്താദ്യമായിട്ടാണോ ഒരു കേസിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നത്? ഇപ്പം നമ്മുടെ സൗമ്യ കേസിൽ എന്താണ്, ഗോവിന്ദച്ചാമിയാണ് സൗമ്യയെ കൊലപ്പെടുത്തിയത്, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. പക്ഷേ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ഗോവിന്ദച്ചാമിയുടെ ഇടപെടൽ കൊണ്ടാണ് സൗമ്യ മരിച്ചതെന്ന് തെളിവില്ല. അപ്പം അങ്ങനെ എത്രയോ കേസുകളിൽ വിധി വരുന്നു അല്ലേ? അതുകൊണ്ട് അതുപോലെയല്ലേ സൗജന്യയെ ബലാത്സംഗം ചെയ്തു, ബലാത്സംഗത്തിനിരയായ ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു, അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകളെ അവസാനം കോടതി കുറ്റവിമുക്തരാക്കി. അതിന് ധർമ്മസ്ഥല ക്ഷേത്രം എന്ത് ചെയ്യണം? അതിന് മറുപടി പറയാം. എന്നിട്ട് ചില ആളുകളൊക്കെ താഴെ വന്ന് പറയുകയാണ്, നീയൊക്കെ ഇങ്ങനെ പറയുകയാണ്, നീയൊക്കെ കോടികൾ വാങ്ങിയിട്ടുണ്ട്, നിൻ്റെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ ധർമ്മസ്ഥലയിൽ വിടുവോ? എടാ, അവിടെ ആയിരക്കണക്കിന് സ്ത്രീകൾ വരുന്നുണ്ട്, തനിച്ചും കുടുംബത്തോടും ഒപ്പം. പിന്നെ ഇതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റിട്ട് മരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. സുഡാപ്പികൾ, മുസ്ലിം പേരുള്ളവർ, ഇപ്പം സമീപത്ത് കാലത്തായി കുറേ അച്ചായം പേരുള്ളവരുണ്ട്. കാരണം ഈ ഛത്തീസ്ഗഡ് വിവാദമൊക്കെ വന്നതിന് ശേഷം ഈ അച്ചായന്മാരിൽ ചിലർക്ക്, എല്ലാവർക്കൊന്നുമല്ല, ചിലർക്ക് അവർക്ക് ശരിയായ കാഴ്ചപ്പാടുള്ള, ദേശീയ കാഴ്ചപ്പാടുള്ള ക്രൈസ്തവ സഹോദരങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ മതം മാറ്റം നടത്തുക എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്. ഇന്ത്യയെ മുഴുവൻ ഇവാഞ്ചലിക്കൽ പ്രവർത്തനം വഴി ഇന്ത്യയെ ഒരു ക്രിസ്തു രാജ്യമായി മാറ്റണം
എന്ന് പറയുന്ന ആളുകൾക്ക് ഇത്തിരി വിഷമമുണ്ട്. അവരും വന്നിട്ട് ധർമ്മസ്ഥലയ്ക്കെതിരെ കമൻ്റ് ഇടുന്നുണ്ട്, നമുക്കെതിരെയും കമൻ്റ് ഇടുന്നുണ്ട്. ഏതായാലും ധർമ്മസ്ഥലയുടെ പേരിൽ കെട്ടിപ്പൊക്കിയ ആരോപണങ്ങളുടെ ഒരു ചീട്ടുകൊട്ടാരം വീഴുകയാണ്. അതിലെ ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുന്നു. അടുത്തത് തീർച്ചയായും ഈ വ്യാജ പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച സമീർ MDയും സുജാത ഭട്ടും മട്ടന്നവരും പിന്നെ കോഴിക്കോട്ടെ ഈ ലോറി ഡ്രൈവർ മനാഫുമായിരിക്കുമെന്നുള്ള ഉറപ്പാണ്. മനാഫിനുള്ള ഒരു കൈവിലങ്ങ് കർണാടകയിൽ ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.